പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ കുറച്ച് ദിവസങ്ങളായി ദിവ്യ എസ് അയ്യർ എന്ന് പറഞ്ഞ IAS ഉദ്യോഗസ്ഥയെ കുറിച്ചിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പൊതുമണ്ഡലത്തിൽ അവരുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ ഗവൺമെൻറ് അധികാരം ഏറ്റ ഉടനെ തന്നെ നിയുക്ത മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശൻ തിരുവനന്തപുരത്ത് പല സന്ദർശനങ്ങളും നടത്തിയ കൂട്ടത്തിൽ തൻ്റെ ഗുരുവായിരുന്ന ശ്രീമൻ G. കാർത്തികൻ്റെ വീട് സന്ദർശിച്ചിരുന്നു. G. കാർത്തികൻ്റെ ഭാര്യയോട് ഒക്കെ അദ്ദേഹം സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. G. കാർത്തികൻ്റെ മകനായിട്ടുള്ള ശബരിനാഥൻ, ഇപ്പോൾ അദ്ദേഹം തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ മുൻ MLA-യുമാണ്, അദ്ദേഹവുമായിട്ട് സംസാരിക്കുന്നത് കണ്ടു. അതോടൊപ്പം തന്നെ ശബരിനാഥൻ്റെ ഭാര്യയും IAS ഉദ്യോഗസ്ഥവുമായിട്ടുള്ള ദിവ്യ എസ് അയ്യരോടും അദ്ദേഹം സംസാരിക്കുന്ന നമ്മൾ കണ്ടിരുന്നു. അതിനുശേഷം ദിവ്യ എസ് അയ്യരും സതീശനും കൂടെ നിൽക്കുന്ന ഫോട്ടോ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നതും നമ്മൾ കണ്ടിരുന്നു. സുഹൃത്തുക്കളെ, ആ കാർത്തികേയൻ്റെ മരുമകളായിട്ടുള്ള ദിവ്യ എസ് അയ്യരെ കുറിച്ചിട്ട് വീണ്ടും ചർച്ചകൾ ഉയർന്നു വന്നിരിക്കുകയാണ്. ആ ചർച്ചകൾ ഉയർന്നു വരാൻ കാരണം ദിവ്യ എസ് അയ്യരെ പുകഴ്ത്തിക്കൊണ്ട് CPM നേതാക്കന്മാർ വന്നതുകൊണ്ടാണ് എന്നതാണ് ഏറ്റവും രസകരമായിട്ടുള്ള സംഭവം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പിണറായി വിജയൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ശ്രീമാൻ KK രാഗേഷ് ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അദാനിക്കെതിരെ പോരാടിയവരാണ് ദിവ്യ എസ് അയ്യരെന്നും അതുകൊണ്ടാണ് അവരെ ആ സ്ഥാനത്ത് നിന്ന് നീക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഞാൻ വീഡിയോ ചെയ്തിരുന്നു. അതിനുശേഷമാണെന്നാണെന്ന് എനിക്ക് തോന്നുന്നത്, അതിനുശേഷം അതിന് തൊട്ട് മുമ്പാണെന്ന് തോന്നുന്നു, ജോൺ ബ്രിട്ടാസ് ഇതേ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ പത്രസമ്മേളനം നടത്തി. അദ്ദേഹം പറഞ്ഞത്, കാർത്തികേയൻ്റെ മരുമകൾ എന്നുള്ള നിലയിൽ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ് ദിവ്യ എസ് അയ്യർ. പക്ഷേ ദിവ്യ എസ് അയ്യരെ IASകാരൻ്റെ സ്ഥലം മാറ്റം നടന്നപ്പോൾ ആദ്യം തന്നെ അദാനിയുടെ പോർട്ടിൻ്റെ MD സ്ഥാനത്ത് നിന്ന് എടുത്ത് മാറ്റി. അതെന്തിനു മാറ്റി എന്നും ചോദിച്ചുകൊണ്ട് ജോൺ ബ്രിട്ടാസ് രംഗത്ത് വന്നു. അപ്പോൾ ദിവ്യ എസ് അയ്യരെ കുറിച്ചിട്ട് ഇപ്പം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ദിവ്യ എസ് അയ്യരെ CPMൻ്റെ നേതാക്കന്മാർ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. സുഹൃത്തുക്കളെ, എനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്, വളരെ വിചിത്രമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഈ IAS ഉദ്യോഗസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഈ കാർത്തികേയൻ്റെ മരുമകളും ശബരിനാഥൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നു. CPMകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കോർപ്പറേറ്റ് കുത്തക ഭീമനായി മാറിയ അദാനിക്കെതിരായിട്ട് പോരാട്ടം നടത്തിയ ഒരു പോരാളിയായിരുന്നു ദിവ്യ എസ് അയ്യർ. ഇപ്പോൾ അതാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. രാഗേഷും ബ്രിട്ടാസും ഒക്കെ വന്നിട്ട് ഇവരെ പിന്തുണയ്ക്കുകയാണ്. എന്നാൽ സതീശനായിട്ട് പറയുന്ന കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ അവസ്ഥ എന്താ? വളരെ വേണ്ടപ്പെട്ടവരാണ് അവർ. കാരണം തൻ്റെ ഗുരുവായിട്ടുള്ള G. കാർത്തികേയൻ്റെ മരുമകളാണ് ദിവ്യ എസ് അയ്യർ. അപ്പോൾ CPMകാരെ സംബന്ധിച്ചിടത്തോളം അദാനിക്കെതിരായിട്ടുള്ള പോരാളി, VD സതീശനെ സംബന്ധിച്ചിടത്തോളം കാർത്തികേയൻ്റെ മരുമകളായതുകൊണ്ട് തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവൾ. പക്ഷേ കോൺഗ്രസ് അണികളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് അണികളുടെ മുഖ്യ ശത്രുവാണ് ഈ സ്ത്രീ. കോൺഗ്രസ്സുകാരുടെയാണല്ലോ ഈ കോൺഗ്രസ്സുകാരുടെ ഗവൺമെൻറ്റാണല്ലോ ഈ ഗവൺമെൻറ്. കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഖ്യ ശത്രുവാണ് ഇവർ. കാരണം എന്താ? അവർ ആട്ടാപ്പാട്ടലം പിണറായി വിജയനെ മാത്രമല്ല, പിണറായി വിജയൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ പോലും പിന്തുണയ്ക്കുന്ന ഒരു സ്ത്രീയാണ് ഇവർ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പോലും ഇവർ പിണറായി വിജയനെ ന്യായീകരിച്ചു എന്ന് പറഞ്ഞിട്ട് ഉള്ള വാർത്തകൾ വന്നിരുന്നു. പിണറായി വിജയനെ കോൺഗ്രസ് അണികളൊക്കെ അതിശക്തമായി എതിർക്കുന്ന സമയത്തും പിണറായി വിജയനെ വാനോളം പുകഴ്ത്തുന്ന ഒരു സ്ത്രീയായിരുന്നു ദിവ്യ എസ് അയ്യർ. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഭാഗ്യം ചെയ്തവരാണ് എന്നുള്ള കാര്യം ഞാൻ ഒന്നുകൂടി വിശദമായി എൻ്റെ പ്രേക്ഷകർക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. സുഹൃത്തുക്കളെ, ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അവർ വഹിച്ചിരുന്ന സ്ഥാനങ്ങൾ എന്തായിരുന്നു എന്ന് ഞാനൊന്ന് നോക്കി. പിണറായി വിജയൻ ഇപ്പം UDF സർക്കാർ വന്നപ്പോൾ അവരെ സ്ഥലം മാറ്റിയെന്നാണല്ലോ പറഞ്ഞത്. അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. എന്തായാലും വിജയൻ ഭരിച്ചിരുന്നപ്പോൾ ഈ ശബരിനാഥൻ്റെ ഭാര്യ വഹിച്ചിരുന്ന സ്ഥാനം എന്താണെന്ന് ഞാൻ നോക്കിയപ്പോൾ 2018-21 അവർ ഈ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞ നിർണായകമായിട്ടുള്ള പദ്ധതിയുടെ മിഷൻ ഡയറക്ടറായിരുന്നു അവർ 2018-2021. 2021-23 അവർ പത്തനംതിട്ട കളക്ടറായിരുന്നു. 2023-24 അവർ അദാനി പോർട്ട് എന്ന് പറഞ്ഞാൽ പോർട്ടിൻ്റെ MD എന്നുള്ള നിർണായകമായിട്ടുള്ള സ്ഥാനത്ത് അവരിയ്ക്കുകയായിരുന്നു. ആ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ തന്നെ അവർക്ക് 2023 കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോജക്റ്റിൻ്റെ ഡയറക്ടർ എന്നുള്ള പോസ്റ്റിനും കൂടെ അഡീഷണൽ ആയി കൊടുത്തിരുന്നു. അതായത് 2300 കോടി രൂപയുടെ വേൾഡ് ബാങ്ക് പ്രോജക്റ്റാണ്. അതോടൊപ്പം തന്നെ അധിക ചുമതല എന്നുള്ള നിലയിൽ സാംസ്കാരിക വകുപ്പിൻ്റെ ഡയറക്ടറുമായിരുന്നു അവർ. അപ്പോൾ വിജയൻ ഇരുന്ന കാലത്ത് സ്ഥാനങ്ങൾ കൊണ്ട് വിജയൻ മൂടുകയായിരുന്നു അവരെ. 3-4 സ്ഥാനങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ട സ്ഥാനമായിരുന്നു വിഴിഞ്ഞം പദ്ധതിയുടെ മാനേജിംഗ് ഡയറക്ടർ. സുഹൃത്തുക്കളെ, ആ സ്ഥാനത്ത് നിന്ന് അവരെ
വി.ഡി. സതീശൻ വന്നപ്പോൾ മാറ്റി എന്നുള്ളത് ഒരു വസ്തുതയാണ്, അത് ശരിയാണ്. പക്ഷെ മാറ്റപ്പെട്ടുവെങ്കിലും അവർക്ക് ലഭിച്ചത് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ. മാറ്റപ്പെട്ടതിനെ കുറിച്ചിട്ടാണ് ഈ രാകേഷും ഈ ഇയാളും എന്താണ് പേര് ജോൺ ബ്രിട്ടാസും ഒക്കെ വാചാലരായിക്കൊണ്ടിരിക്കും. പക്ഷെ അവർക്ക് കിട്ടിയത് എന്താണ്? അവർക്ക് കിട്ടിയത് നാഷണൽ ആയുഷ്, അതായത് ആദ്യം അവരെന്ത് ചെയ്തു, ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൽ പ്രിൻസിപ്പൽ ഡയറക്ടർ എന്ന് പറഞ്ഞൊരു എക്സ്കേഡർ തസ്തിക സൃഷ്ടിച്ച് അവരെ അവിടെ നിയമിച്ചു. ഒരു എക്സ്കേഡർ തസ്തിക സൃഷ്ടിച്ച് അവരെ അവിടെ നിയമിച്ചു ലോക്കൽ സെൽഫ് ഗവൺമെൻറ്. അതോടൊപ്പം തന്നെ അവർക്ക് കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോജക്റ്റിൻ്റെ ഡയറക്ടർ എന്നുള്ള അഡീഷണൽ ചാർജ് കൊടുത്തു. അതുപോലെ തന്നെ നാഷണൽ ആയുഷ് മിഷൻ്റെ സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ എന്നുള്ള അഡീഷണൽ ചാർജും അവർക്ക് കൊടുത്തു. അപ്പോൾ വിജയൻ എത്രത്തോളം വേണ്ടപ്പെട്ടവരായിരുന്നോ അത്രത്തോളം തന്നെ വേണ്ടപ്പെട്ടവരാണ് സതീശൻ സർക്കാരിനും ദിവ്യ എസ് അയ്യർ എന്ന് നമ്മൾ കാണണം. വേണ്ടപ്പെട്ടവരാണെന്ന് പറയാൻ കാര്യം എന്താ? 2007 ബാച്ചിലെ എൻ പ്രശാന്തിന് ഒരു വകുപ്പ് മാത്രം, സ്പോർട്സിൻ്റെ ഒരു വകുപ്പ് മാത്രമേ ഉള്ളൂ. എന്തിന് 98 ബാച്ചായിട്ടുള്ള ഡോക്ടർ ബി അശോകിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന് പറഞ്ഞ ഒറ്റ ചുമതലയേ ഉള്ളൂ. അപ്പോഴാണ് 2014 ബാച്ചിലെ ഉദ്യോഗസ്ഥയായിട്ടുള്ള ഈ വനിതയ്ക്ക് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ചാർജ്, ഒരു പ്രധാനപ്പെട്ട തസ്തിക സൃഷ്ടിച്ചു കൊടുക്കുകയും അവരെ അഡീഷണൽ ആയിട്ടുള്ള 2 ചാർജിലും വെച്ചിരിക്കുന്നത്. അപ്പോൾ അവരെ അങ്ങ് മാറ്റിക്കൊണ്ടുപോവുകയാണ് എന്നുള്ള വാദം നിലനിൽക്കുമോ സുഹൃത്തുക്കളെ? ഒരിക്കലും നിലനിൽക്കില്ല. വിജയന് വേണ്ടപ്പെട്ടവരായിരുന്നു അവർ. വിജയൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് അവർക്ക് തുറമുഖ വകുപ്പിൻ്റെ ഡയറക്ടറുടെ ചുമതല, മാനേജിംഗ് ഡയറക്ടറുടെ ചുമതല, സാംസ്കാരിക വകുപ്പിൻ്റെ ഡയറക്ടറുടെ ചുമതല, തൊഴിൽ വകുപ്പ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ ചുമതല, അതുപോലെ തന്നെ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് പദ്ധതിയുടെ ഡയറക്ടർ ചുമതല കൊണ്ട് ചുമതലകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അതിന് ഏതാണ്ട് തുല്യമായിട്ടല്ലെങ്കിൽ പോലും 3 തസ്തികകൾ ഈ 2014 ബാച്ചിലെ ഉദ്യോഗസ്ഥയ്ക്ക് വി.ഡി. സതീശൻ സർക്കാരും കൊടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതാണ് ഈ IAS ഉദ്യോഗസ്ഥയുടെ ഒരു പ്രാധാന്യം എന്ന് നമ്മൾ കാണണം. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് എനിക്കറിയില്ല. വി.ഡി. സതീശൻ അധികാരത്തിൽ വന്നതിന് ശേഷവും അവരെ പുകഴ്ത്തിക്കൊണ്ട് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഒന്നിനു പുറകെ ഒന്നായി വരികയാണ്. രാകേഷും ബ്രിട്ടാസും വന്നിട്ട് ഇപ്പോൾ കോർപ്പറേറ്റ് കുത്തക ഭീമനായി മാറിയ അദാനിയുടെ താല്പര്യങ്ങൾക്ക് എതിരായി പോരടിച്ചവരാണ് ഇവർ എന്ന് CPM-കാർ പറയുന്നു. മറുഭാഗത്ത് അവർക്ക് 3 സ്ഥാനങ്ങൾ നൽകി അവരെ സതീശൻ സർക്കാരും ആദരിക്കുന്നു. വിജയൻ അവർ അദാനിക്കെതിരായിട്ടുള്ള പോരാളിയാണെങ്കിൽ സതീശൻ്റെ ഗുരുവായിട്ടുള്ള കാർത്തികേയൻ്റെ മരുമകൾ. അപ്പോൾ 2 കാരണങ്ങൾ കൊണ്ട് 2 മുന്നണികൾ അധികാരത്തിലിരിക്കുമ്പോഴും സുപ്രധാന തസ്തികകളിലെത്താനുള്ള ഭാഗ്യം സിദ്ധിച്ച ഒരു വനിതയാണ് ഈ വനിത എന്ന് നമ്മൾ മനസ്സിലാക്കണം. കോൺഗ്രസ്സുകാരും കോൺഗ്രസ് നേതാക്കന്മാരും CPM നേതാക്കന്മാരും അവരെ മത്സരിച്ച് അവരെ പിന്തുണയ്ക്കുമ്പോൾ, കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ അണികൾ ഈ ഗവൺമെൻറ്റിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി വിയർപ്പൊഴുക്കി 24 മണിക്കൂറും പണിയെടുത്ത ലക്ഷക്കണക്കിന് കോൺഗ്രസിൻ്റെ അണികൾക്ക് ഈ സ്ത്രീ മുഖ്യ ശത്രുവായിരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അതായത് ഈ ഗവൺമെൻറ്റിനെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി വർഷങ്ങളോളം പണിയെടുത്ത കോൺഗ്രസ്സുകാർ, പോലീസിൻ്റെ അടിമേടിച്ച കോൺഗ്രസ്സുകാർ, തലപൊളിഞ്ഞ കോൺഗ്രസ്സുകാർ, ജയിലിൽ കിടന്ന കോൺഗ്രസ്സുകാർ, അവരെ സംബന്ധിച്ചിടത്തോളം ഈ ദിവ്യ എസ് അയ്യർ അവരുടെ മുഖ്യ ശത്രുവാണ്. കാരണം അവരെ അടിക്കുകയും തലതല്ലി പൊളിക്കുകയും തല്ലിക്കൊല്ലുകയും ചെയ്യുന്ന പിണറായി വിജയനെ വാനോളം പൂഴ്ത്തുന്ന ഒരു സ്ത്രീയാണ് ഈ സ്ത്രീ. തങ്ങളുടെ തലതല്ലി പൊളിക്കുന്ന ഭരണാധികാരിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയെ പോലും പുകഴ്ത്തുന്ന, പ്രൈവറ്റ് സെക്രട്ടറി പോലും തനിക്ക് കവചകുണ്ടലം തീർക്കുന്ന കർണനാണെന്ന് പറയുന്ന കോൺഗ്രസ് അണികളുടെ മുഖ്യ ശത്രുവായിട്ടുള്ള ഈ സ്ത്രീ, ഈ വനിത, അവർ CPM-കാരുടെയും കോൺഗ്രസ്സുകാരുടെയും ഒരുപോലെയുള്ള പൊന്നോമനയാണ് എന്ന നിലയിൽ ഉള്ള ഒരു വിചിത്രമായിട്ടുള്ള സാഹചര്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.